വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചതിൽ സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനവുമായി സമസ്ത മുഖപത്രം സുപ്രഭാതം. ബജറ്റിലെ പ്രഖ്യാപനം വീര്യം കെട്ട നയമെന്നാണ് മുഖപ്രസംഗത്തിൽ വിമർശിച്ചിരിക്കുന്നത്. അജി കുഞ്ഞുമോൻ കോഴിക്കോട് നിന്ന് ഈ മുഖപ്രസംഗത്തിന്റെ കൂടുതൽ വിവരങ്ങളുമായി ചേർന്നു. അജി, ഗുഡ് മോർണിംഗ്. പറയൂ അജി. ഗുഡ് മോർണിംഗ് SKN. കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സുപ്രഭാതം ദിനപത്രത്തിലും ഒപ്പം തന്നെ ഈ തൂഫാന് പിന്തുണ തേടി ജിഫ്രി മുത്തുക്കോയ തങ്ങളെയും സന്ദർശിച്ചതിനു ശേഷമാണ് ഇത്തരത്തിൽ ഗൗരവമേറിയ ഒരു മുഖപ്രസംഗവുമായി സുപ്രഭാതത്തിന്റെ എഡിറ്റോറിയൽ വന്നത് എന്നതുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മുഖപ്രസംഗത്തിൽ പ്രധാനമായും പറയുന്നത് വീര്യം കുറഞ്ഞ മദ്യം, വീര്യം കെട്ട നയം എന്നാണ്. തലക്കെട്ടോടുകൂടെ തന്നെയാണ് ശക്തമായ വിമർശനം സുപ്രഭാതം ഉന്നയിക്കുന്നത്. ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ കേരളം കൈകോർത്ത് നിൽക്കുന്ന ഘട്ടത്തിൽ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് പ്രഖ്യാപിച്ച UDF സർക്കാരിന്റെ നടപടി കടുത്ത ആശങ്കയ്ക്കിടയാക്കുന്നുവെന്നാണ് മുഖപ്രസംഗത്തിൽ പ്രധാനമായും എടുത്തു പറയുന്നത്. ബജറ്റിലെ ഈ പ്രഖ്യാപനം വെറും നികുതി പരിഷ്കരണമെന്ന വാദത്തിൽ ഒതുക്കാനാവില്ല എന്നുള്ള ഒരു വിമർശനവും സുപ്രഭാതം ഉന്നയിക്കുന്നുണ്ട്. മദ്യത്തിന്റെ ലഭ്യത വർദ്ധിപ്പിക്കാൻ ഇടയാക്കുന്ന നയവുമായി VD സതീശൻ സർക്കാർ മുന്നോട്ട് പോകുന്നത് അത്യന്തം നിർഭാഗ്യകരമാണ്. സമൂഹത്തിന്റെ ആരോഗ്യത്തെയും യുവതലമുറയുടെ ഭാവിയും ബാധിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെ അടിയന്തരമായ ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ വേണമെന്നാണ് പ്രധാനമായും പറയുന്നത്. ആ മുഖപ്രസംഗത്തിൽ മുന്നണിക്കുള്ളിൽ തന്നെ, അതായത് സർക്കാരിനെതിരെ മുന്നണിക്കുള്ളിൽ തന്നെ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. KC വേണുഗോപാലിന്റെയും ഒപ്പം തന്നെ സാദിഖ് അലി തങ്ങളുടെയും പേരുകൾ പരാമർശിച്ചുകൊണ്ടുള്ള ലേഖനം കൂടിയാണ് മുഖപ്രസംഗത്തിൽ പ്രധാനമായും പറയുന്നത്. അത്യന്തം അപകടകരമായ നയവുമായിട്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നതെന്നാണ് സുപ്രഭാതത്തിന്റെ മുഖപ്രസംഗത്തിൽ പ്രധാനമായും എടുത്തു പറയുന്നത്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.